ഹായ് ഓൾ. അപ്പോൾ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് നിങ്ങൾ കാണുന്നത്. രാവിലെ എണീറ്റു. രാവിലെ നല്ല മഴയാണ്, എന്നാലും കുഴപ്പമില്ല. ചില സമയത്ത് ഈ മഴയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ രാവിലെ മാത്സ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വർക്ക് ടൈം വരുന്നത് 10 to 6 ആണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തേക്ക് എണീക്കുവാണെങ്കിൽ നല്ല സമയം കിട്ടും. ഞാൻ അത്ര നേരത്തെ ഒന്നും എണീറ്റിട്ടൊന്നുമില്ല. 7 മണിക്കാണ് എണീറ്റത്. അപ്പോൾ 7:30 തൊട്ട് 8:30 വരെ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് മടിയാണ് രാവിലെ എണീക്കാൻ. അതിനോ ഇപ്പോൾ വീട്ടിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും എൻ്റെ അമ്മയൊക്കെ എങ്ങനെ രാവിലെ എണീക്കുന്നതെന്ന്. കാരണം ഓരോ സാഹചര്യങ്ങളാണല്ലോ, അങ്ങനെയൊക്കെ എണീക്കുമായിരിക്കും. പക്ഷെ എന്നാലും മടിയാണ്. ഇപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യും. ഇപ്പം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരാൾ കമൻറ്റ് ചെയ്തതാണ്. അവർ മാരീഡാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പഠിക്കണം, ജോലിയുടെ കാര്യങ്ങളുണ്ട്. അതൊക്കെയെന്ന് പറയുന്ന ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അവർക്കൊക്കെ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്സ് പഠിക്കുകയാണ്. മാത്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ChatGPTയുടെ ഇതിൽ നിന്ന് ബേസിക്സ് എടുത്തിട്ട് അത് പഠിച്ച ശേഷം പിന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. കാരണം ഞാൻ പലപ്പോഴും പലരുടെയും വീഡിയോസ് കണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് അത്ര റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നോട് കമൻറ്റിൽ വന്ന ഒരാൾ പറഞ്ഞു തന്നതാണ് ChatGPTയിൽ നിന്ന് ടോപ്പിക്ക് പഠിച്ച ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ. നല്ലൊരു മെത്തേഡാണ്, എനിക്കത് ശരിക്കും വർക്കായിട്ടുണ്ട്. അത് പറഞ്ഞു തന്ന ആൾക്ക് താങ്ക് യു. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ പോകാൻ റെഡിയായി. ഓഫീസിൽ ചെന്നു. ഇനി നമ്മൾ പണിയാണ്. പിന്നെ ഇന്ന് മഴ ദിവസമായതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനൊന്ന് ഓഫീസിൻ്റെ പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല മഴ. അപ്പോൾ വെറുതെ എടുത്തൊരു കുറച്ച് ക്ലിപ്സാണ്. പിന്നെ വൈകുന്നേരം ചായ. പിന്നെ സാറിൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടായിരുന്നു, ക്രീം ബൺ. എനിക്ക് ക്രീം ബൺ അത്ര ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറ ഫ്രണ്ടിൽ വെച്ച് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഓക്വേർഡ്നെസ്, അതാണ് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്ക് ടു ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ വൈകുന്നേരം വരുമ്പോഴേ പഠിക്കത്തൊന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. കുളി, അലക്ക്, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ 9 മണിക്കാണ് പഠിക്കുന്നത്. 9 മണി തൊട്ടൊരു 11 മണി 11:30 വരെ പഠിക്കും. അപ്പം ഞാൻ പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പം ഞാൻ ഇന്നിപ്പോൾ രാത്രി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് GK ആണ്. അപ്പോൾ GKയിൽ ഞാൻ ഫസ്റ്റ് കരൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിച്ചു. കാരണം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളുണ്ടല്ലോ, ആ ടോപ്പിക്കുകൾ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ആപ്പിൽ നിന്നാണ് പഠിക്കുന്നത്. PSC ടിപ്സ് ആൻഡ് ട്രിക്സ്, ആ ആപ്പിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ആപ്പിൽ നിന്നുള്ള ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓൾറെഡി വൈറ്റമിൻസിൻ്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു. അതിനുശേഷം ഞാൻ സിലബസ് ഒന്ന് നോക്കി. കാരണം സിലബസ് നമ്മളിങ്ങനെ എന്തൊക്കെയൊക്കെയോ പഠിക്കുന്നു എന്നല്ലാതെ കറക്റ്റായിട്ട് സിലബസിൽ കൂടിയാണോ പോകുന്നതെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ സിലബസൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ശേഷം ഇതെൻ്റെ PYQ ബുക്കാണ്. നിങ്ങളെൻ്റെ മാർക്കൊന്നും കണ്ട് ഞെട്ടരുത്, മാർക്കൊക്കെ നല്ല കുറവാണ്. അപ്പോൾ ഞാൻ ചെയ്ത PYQവിൽ എനിക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. പിന്നെ ഞാനിത് ബ്രേക്ക് യുവർ ലിമിറ്റ്സ് എന്ന് പറയുന്നത് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നിയോണ്ട് ഷൂട്ട് ചെയ്തതാണ്. അത് ആക്ച്വലി എൻ്റെ PYQ ബുക്കാണ്, ഞാൻ പ്ലാൻ ചെയ്തെടുത്തതൊന്നുമല്ല. പക്ഷേ ആ ബുക്ക് എടുത്തപ്പം നമ്മൾ ഒരു PYQ ചെയ്യുന്നത് എന്തിനാണ്? നമുക്കുള്ള ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്ത് ബെറ്റർ സ്കോർ ചെയ്യാൻ വേണ്ടിയല്ലേ. സോ അതെനിക്ക് കണക്റ്റഡ് ആയി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്ന് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ SCRT നോട്ട്സ് പഠിക്കുകയാണ്. ഞാൻ SCRT വായിച്ച് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ നോട്ട്സ് ഞാനിപ്പം ബയോളജിയുടെ നോട്ട്സാണ്, അപ്പോൾ അത് പഠിക്കുന്നു. അപ്പം എനിക്ക് സയൻസ് വീക്കാണ്. അപ്പം എനിക്ക് തീരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കണം. അപ്പം ഞാനതെല്ലാം എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ച് അത് പഠിക്കുകയാണ്. പിന്നെ GKയുടെ SCRT ഞാനിപ്പോൾ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. GK മീൻസ് ഹിസ്റ്ററി, ജോഗ്രഫി, ആ ഒരു പോർഷൻസ് അപ്പോൾ ഞാൻ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പിന്നെ കമ്പാരിറ്റീവ്ലി എനിക്ക് കുഴപ്പമില്ല. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്കത് കമ്പാരിറ്റീവ്ലി ഒരു കോൺഫിഡൻസ് ഉണ്ട്, പഠിച്ചെടുക്കാം എന്നുള്ളത്. സയൻസ് എനിക്ക് കുറച്ച് ഡിഫിക്കൾട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ സയൻസ് ഞാൻ ക്ലാസ് കൂടിയും കൂടെ പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ക്ലാസ് കൂടി ചെയ്തിട്ടില്ല ഇതുവരെ, ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.